എന്റെ മോള് തട്ടിക്കൊണ്ടുപോയി. അസ്പാക്കാരുന്ന ഒരു ക്രിമിനലാണ് എന്റെ മോള് തട്ടിക്കൊണ്ടുപോയത്. ജൂൺ 4 തട്ടിക്കൊണ്ടുപോയി. എൻ്റെ ആടുന്ന് എൻ്റെ മോളെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ നമുക്ക് ആടുന്ന് നമുക്ക് മടക്കി തന്നു. വീണ്ടും അവൻ എൻ്റെ മോളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയ ചെയ്തു. എനിക്ക് എൻ്റെ മോളെ വാകയിലൊരു മോളാണ്, അവളെയൊക്കെ തിരിച്ചു കിട്ടണം. ഫൗണ്ടേഷൻ മകള് എനിക്കറിയില്ല. മുടിപ്പ് അറിയില്ല, അതൊന്നും നമുക്ക് അറിയില്ല. എത്ര വർഷത്തേക്ക് തട്ടിക്കൊണ്ടുപോയത് ഉള്ളാണ് വീട്ടിൽ നിന്ന് അവിടെ പഠിച്ചുകൊണ്ട് 4 ശേഷം ഫസ്റ്റത്തെ ഫീസ് തന്നെ അടച്ചു, 60 അടച്ചു. പിന്നെ നമുക്ക് അടക്കാൻ പറ്റും. അങ്ങനെ കോളേജിൽ വന്നത് കട്ടായി. പിന്നെ അവിടെ ഷോപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ എൻ്റെ നാട് കീഴൂരാണ്. പക്ഷെ ഞാൻ താമസിക്കുന്നത് ഇവൻ്റെ ഈ അപ്പാക്കാരനൊക്കെ വീട്ടിൽ അപ്പോൾ അവിടെ നിന്ന് ഷോപ്പിൽ ക്യാഷ് ഇതിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സംഭവിച്ചു. അത് 2 മാസമേ ആയുള്ളൂ അവരായിട്ട്. കോളേജ് അത് അടക്കണ്ടത് അടക്കാൻ പറ്റുന്നതായിരുന്നു. അവിടെ പട്ടിക ആയില്ല. എൻ്റെ സിസ്റ്റർ അവിടെ എൻ്റെ അനിയത്തി ഇത്ര മാസം അത് ഒരാഴ്ച. ഞാൻ അതിന് ശേഷം മകളെ സംസാരിക്കാൻ അവിടെ കൂട്ടാം ഇല്ല. നമ്മളടുത്ത് സംസാരിക്കാൻ അവിടെ സമ്മതിക്കണം. കംപ്ലൈൻറ്റ് ഉണ്ട്. അത് 18 കേസുണ്ട്. ശിക്ഷ ആയതും അങ്ങനെ കേസുണ്ട്. ഇനി ഒരു കേസ് കൂടി വന്നെങ്കിൽ 14 വർഷത്തിനുള്ളിലാണ് കാപ്പ കേസ്. അപ്പോൾ പിന്നെ എൻ്റെ മൂലം തന്നെയാണ് ജീവിക്കും. ഒരു കേസും കൂടി ആയെങ്കിലും ഒന്ന് അവർക്ക് മുമ്പ് കല്യാണം കഴിച്ചു. മുമ്പ് കല്യാണം 2 കൊല്ലം കഴിക്കുന്ന വിദ്യാർത്ഥി പോലീസ് അതെടുക്കാൻ പറ്റും. എനിക്കറിയില്ല അവർ കുട്ടികളുണ്ട്. ഒന്നും നമുക്കറിയില്ല. നമുക്കറിയാം 1 കിലോമീറ്റർ എനിക്ക് വളരെ സംശയങ്ങളുണ്ട്. അവിടെ കാപ്പുരയിട്ട് മുസ്ലിംസിൻ്റെ ഒറ്റ സ്റ്റാഫുകളുണ്ട് ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. അതായത് എൻ്റെ മോള് വിശ്വാസിയാണ്. അവിടെ ഉള്ളുള്ളത് മുസ്ലിം ആരെങ്കിലും സംഘടന അതിപ്പോൾ നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണാതെ ഒന്ന് പറയാൻ പറ്റില്ല. ഡിമാൻഡ് ഉണ്ടോ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും നമുക്കുണ്ട്. അവരെ സപ്പോർട്ട് അതിന് വേണ്ടത്. പിന്നെ ഇങ്ങനെ സപ്പോർട്ട് എനിക്കില്ല. ഹിന്ദു മഹാസംഘത്തിൻ്റെയും അതുപോലെ കർണാടക സർക്കാർ, കർണാടക പോലീസുകാർ എല്ലാവരും കൂടി എൻ്റെ മോളെ, അതുപോലെ മുസ്ലിം സമുദായം അവരെ സപ്പോർട്ട് നമുക്ക് വേണം. എല്ലാവരും കൂടി എൻ്റെ മോളെ തിരിച്ചു ഈ സർക്കാരോട് പോലീസുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നാളെ പള്ളിയിൽ സംസാരിക്കുന്നല്ലേ, അപ്പോൾ ശരിയാവും. അവർ പള്ളിയിൽ പ്രസിഡന്റ് പരിചയം ഉണ്ടായിരുന്നു. ശരിയാവും. അവരൊക്കെ ഓൾറെഡി കല്യാണം കഴിഞ്ഞതല്ല, അപ്പോൾ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല. അല്ലാതെ ഒന്നും സംസാരിച്ചു അതോടത്ത് ഇത് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു.